ഹലോ ഹൽക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നത് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരേക്കും നല്ല ഉറക്കമായിരുന്നു. താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ചാടി അങ്ങ് എണീറ്റു കേട്ടോ. പിന്നെ ചെരുപ്പിടലൊക്കെ ആയി. കാരണം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് ഡോണു തന്നെയായിരിക്കും. അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ബോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതുമ്മയായിരുന്നു ഫുള്ള് കളി. ആ സമയത്ത് അവന് യാതൊരു ഉറക്കവും ഇല്ല, ക്ഷീണവും ഇല്ല, ഒന്നുമില്ല, വിശപ്പ് പോലും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ റൂമിലാണെന്നുണ്ടെങ്കിൽ ഏത് നേരവും ഇങ്ങനെ പാലും കുടിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ എവിടെയെങ്കിലും പോകണം എന്ന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുക, പോയിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് തീരെ വിശപ്പുണ്ടാവില്ല. പാലും വേണ്ട, എണ്ണയും വേണ്ട, ഒന്നും വേണ്ട. ഓൾറെഡി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പയുടെയും മോൻ്റെയും കൂടി ഈ ഒരു കളി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പൂർത്തിയായിട്ടോ. നമ്മളല്ലെങ്കിലും കറക്റ്റ് സമയത്ത് അങ്ങനെ എവിടെയും പോയി ശീലമില്ലാത്തത് കൊണ്ട് ഇതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് ഐലൻഡ് ബീച്ചിലേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. പിന്നെ ഏതപ്പന ആയാലും ഡോൺപ്പന ആയാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടിൽ നമ്മൾ ബീച്ചിൽ പോകുമ്പോഴായാലും ഇവന്മാർക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പിന്നെ ഈ കുറേ നാളായി തോന്നുന്നു, കുഞ്ഞായിരിക്കുമ്പോഴെങ്ങാണ്ടാണ് നമ്മൾ നാട്ടിൽ ബീച്ചിൽ പോയിട്ടുള്ളത്. അങ്ങനെ ഇവരങ്ങനെ ബീച്ചിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല അധികം. എനിക്ക് തോന്നുന്നു 1-2 തവണ എന്തോ ആണ് പോയിട്ടുള്ളത്, അത് ഈ ഒരു തീരെ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പോയി കഴിയുമ്പോൾ എങ്ങനെയാ പിള്ളേർ കളിക്കുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിലൊക്കെയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയും ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഏതമോനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിലുണ്ട്. ഒരാൾ ഉറങ്ങിയിരിക്കുകയായിരുന്നു, ഒരാൾ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമായിട്ടാണ് അമ്മയുടെ കയ്യിലിരിക്കണേ കേട്ടോ. ഉച്ച സമയത്ത് നല്ല ഉറങ്ങാറുള്ളതാണ് ഏതപ്പൻ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല. അത് കാരണം ചെക്കൻ ഭയങ്കര ടയേർഡാവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തിയിട്ടോ. ഞങ്ങളുടെ റൂമിൽ നിന്ന് എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രാവൽ. അപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവർ കടലിൽ ഇറങ്ങുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും ഡ്രസ്സൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഇറങ്ങണമെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങളിത് ഇവിടെ അങ്ങോട്ട് കാറ് പാർക്ക് ചെയ്യാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ തിരമാലയൊന്നും ഇല്ലാത്ത നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ബീച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇറങ്ങാനായിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ ഇറങ്ങുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് കേട്ടോ നിൽക്കണത്. ഒപ്പം ഞാനും ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെല്ലാം കരുതണമല്ലോ. അപ്പോൾ ഏതപ്പനും ഡോണും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും അനിയത്തിയും പോയോ, നാട്ടിലേക്ക് പോയോ എന്നുള്ളത്. അവർ നാട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ, അവർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ ഇറങ്ങിയിട്ടോ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ആ ബോളും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പയും മക്കളും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏതമോന് വലിയ ഉഷാറുണ്ടായിരുന്നില്ല. ഒന്നാമത് അവൻ ഉറങ്ങാത്ത കാരണം അവനോട് 100 പ്രാവശ്യം പറഞ്ഞത് മോനെ കുറച്ച് നേരമെങ്കിലും കിടന്ന് ഉറങ്ങാനായിട്ട്. ആ ഒരു ഉറങ്ങി എണീറ്റിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഉഷാറ് കിട്ടിയാനായിരുന്നു. ഡോണു ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഉച്ച സമയത്ത് ഉറങ്ങിയ കാരണം പിന്നെ പോരണ സമയത്താണ് അവൻ്റെ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റത്. ഉറക്കം കഴിഞ്ഞല്ല എണീറ്റത് എന്നുണ്ടെങ്കിലും കുറച്ച് നേരമെങ്കിലും അവൻ ഉറങ്ങിയില്ല. അപ്പോൾ പിന്നെ അവനൊന്ന് ഫ്രഷായിരുന്നു ഏതപ്പനെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. മുമ്പ് ചാച്ചൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കടലിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി എണീറ്റ് വരുമ്പോൾ തൊട്ട് മേലക്കൂടെ ഫ്ലൈറ്റ് പോണത്. അന്ന് അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടോ, സംഭവം നടക്കണതാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ പറയണം, നീ അന്ന് ചോദിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു തരാനുണ്ടോ. കാരണം ഇതിൻ്റെ മേലക്കൂടെ കുറേ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അത് ഭയങ്കര താഴ്ന്നാണ് പോണത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബോളിനോട് കളിച്ച് മതിയായിട്ടോ രണ്ടുപേർക്കും. പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കും ഇവന്മാർക്ക് ബോറടിക്കുന്നത്. അങ്ങനെ പപ്പയും മോനും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിൽ കയറണമെന്നും പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കയറാനുള്ള ബോട്ടല്ല, പോലീസിൻ്റെ ബോട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചൻ്റെ കൂടെ പൊക്കോട എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് ആശാനാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ കയറാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ അമ്മാമ്മയുടെ കൈയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഡോണുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ പപ്പയുടെ കൂടെ ഇങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതമോനും ചെറിയ രീതിയിൽ ഒരു കുശുമ്പ് തോന്നിയിട്ടോ. അപ്പോൾ എനിക്കും പോകണം എന്നും പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയേക്കാണ്, അമ്മാമ്മയുടെ കൈയും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഈ വാശിയൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ, അത് കഴിയുമ്പോൾ ചെക്കനും ഓക്കെ ആവും കേട്ടോ.
ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ ഡോണുവിൻ്റെ അല്ല ഏതമ്മോൻ്റെ ചെരുപ്പൊക്കെ പോയിട്ടാ. ഇവനോട് ഞാൻ പറഞ്ഞതാണ് 100 തവണ ചെരുപ്പിട്ടിട്ട് ഇറങ്ങണ്ട മോനെ എന്നുള്ളത്, കേട്ടില്ല. അവസാനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതേ ചെരുപ്പ് പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മേലെക്കൂടെ തൊട്ട് മേലെക്കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകണുണ്ടെന്ന്. ഇതേ അതാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു ഫ്ലൈറ്റ് പോണതും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു സൺസെറ്റും നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഏതപ്പനും കൂടി ഇറങ്ങിയിട്ടോ. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരിക്കണ പോലെയൊക്കെ ആയിരുന്നു കാണിച്ചു കൂട്ടിയത്. ഞാനാണെങ്കിൽ പറഞ്ഞ് ഇരിക്കല്ലേടാ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഡോണുവിനും ചാച്ചനും കൂടി ആയിട്ട് ഇടയിൽ ഒരു സ്റ്റാർ ഫിഷിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നോക്കി നിൽക്കുകയാണ് കേട്ടോ ചാച്ചൻ. എങ്ങനെയെങ്കിലും അതിനൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മേലുള്ള ആ ഒരു മുള്ളു പോലത്തെ സാധനമൊക്കെ കയ്യിൽ ഇങ്ങനെ കുത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യാച്ചനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാർ ഫിഷ് ദേ കിടക്കണടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതപ്പനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ദേ സ്റ്റാർ ഫിഷിനെ പൊക്കി പിടിച്ചിട്ട് വരാട്ടോ. രണ്ടുപേർക്കും കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങ് പേടിയായിട്ടോ. പിന്നെ ഏതപ്പന്റെ വിചാരം അയ്യോ താഴെ നിറച്ച് സ്റ്റാർ ഫിഷ് ആണ്, അത് കുത്തോ കടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒക്കത്ത് അങ്ങ് ചാടി കയറിയിട്ടോ. സ്റ്റാർ ഫിഷിനെ കാണണം പറഞ്ഞ് ത്വര പിടിച്ച ആളാണ് കേട്ടോ അവസാനം എൻ്റെ ഒക്കത്ത് കയറിയിരിക്കണത്. പിന്നെ അതിന് നല്ല ജീവനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെറുതെ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിള്ളേരെ കാണിച്ചിട്ട് അതിനെ അങ്ങോട്ടേക്ക് തന്നെ എടുത്തിട്ടു കേട്ടോ. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നിട്ട് ഈ ഒരു കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണല്ലോ ഞാൻ ഇറങ്ങണത്. അതുകൊണ്ട് കൊച്ചിന് ഭയങ്കരമായിട്ട് അങ്ങ് ബോറടിച്ചു. ചാച്ചനാണെങ്കിൽ കുറച്ചും കൂടി അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അവസാനം എൻ്റെ കൈ വിട്ടിട്ട് ഞാൻ പപ്പയുടെ കൂടെ പൊക്കോളാന്നും പറഞ്ഞിട്ട് പപ്പയും മക്കളും കൂടി അങ്ങ് പോയേക്കാണ് കേട്ടോ. എന്നെ കൊണ്ടൊന്നും വയ്യില്ല അറ്റം വരെ പോകാനായിട്ട്. പിന്നെ ഇതിന് വലിയ ആഴവും അതേപോലെ തന്നെ ഈ നമ്മുടെ അടിയൊഴുക്ക് അങ്ങനെ നമ്മുടെ കാല് മണ്ണിൽ നിന്ന് പോവാത്ത ഒരു രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. സേഫാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് യാച്ചൻ പിള്ളേരെയും കൊണ്ടങ്ങ് പോയത്. പിന്നെ പിള്ളേർ പപ്പയുടെ കയ്യിലാണല്ലോ, എന്തായാലും സേഫ് ആയിരിക്കുമല്ലോ, സേഫായ കൈകളിലാണല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞ അങ്ങ് വിട്ടു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ അറ്റം വരെ പോകാനൊന്നും എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല. എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നനയൂലൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിന്നത് കരയിൽ തന്നെ. അങ്ങനെ അതേ പപ്പയും മക്കളും കൂടി കരയിൽ കയറി. ഇവൻ എന്ത് ചെയ്താൽ താഴെ ഇറങ്ങണ്ടായിരുന്നില്ല കേട്ടോ. വീണ്ടും പോണം എന്നും പറഞ്ഞിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നീ താഴെ ഇറങ്ങുക കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോവാം എന്നും പറഞ്ഞിട്ടിരുന്നു കേട്ടോ. പക്ഷെ താഴെ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ചെരുപ്പിട്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച ചെരുപ്പ് ഇന്ന് കടലിൽ പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മേനോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഡ്രസ്സ് നനയും, അത് കാരണം ഇറങ്ങണില്ല എന്ന് പറഞ്ഞ് വെറുതെ അമ്മ ഒന്ന് കാലൊക്കെ നനച്ചിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചാച്ചൻ്റെ ഒരു ചെറിയ നീന്തലൊക്കെ കൂടി കഴിഞ്ഞിട്ട് പപ്പയും മക്കളും കൂടി കരയിൽ വന്നിട്ട് ദേ വീടുണ്ടാക്കി കളിക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ സിനിമയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതേപോലെ മക്കളുടെ കൂടെ നിന്ന് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കി കളിക്കുക, അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്വപ്നം പോലെയാണല്ലോ. പിന്നെ പിള്ളേർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ ഇതേപോലത്തെ ഒരു പിള്ളകളി മാറാത്തൊരു പപ്പ. അപ്പം പിന്നെ പൂർത്തിയായിട്ടോ. ആദ്യം നല്ല രീതിക്ക് തന്നെയാണ് ഇവന്മാർ വീടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെറുത് ഇങ്ങനെ മണ്ണൊക്കെ വാരി ഇടാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കണ്ണിലും മൂക്കിലൊക്കെ മണ്ണ് പോവാമോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഇപ്പം ഈ ഇടയായിട്ട് ചെറുതിനാണ് ഭയങ്കര വികൃതി കൂടിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണത് വേറെ ഒന്നിനും അല്ല കേട്ടാ. ചാച്ചൻ പറഞ്ഞു എന്നോടും വീടുണ്ടാക്കാൻ കൂടാനായിട്ട്. എനിക്ക് വീടുണ്ടാക്കാൻ അറിയില്ല, നശിപ്പിക്കാൻ അറിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ ചവിട്ട് കൊടുത്തു വിട്ടു. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ പിള്ളേർ വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചവിട്ട് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പിള്ളേരല്ലല്ലോ, അതൊക്കെ കയറി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് നല്ല ചവിട്ടി എനിക്ക് കിട്ടുമല്ലോ. പിന്നെ ഇവിടെ നമുക്ക് എന്ത് വേണേലും കാണിക്കാമല്ലോ, ചാച്ചൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പം ഞാനത് അങ്ങോട്ട് ചവിട്ടി അങ്ങ് നികത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ തൊടാഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കയ്യിൽ മണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പിന്നെ പോയി കഴുകണം, ഭയങ്കര മെനക്കേടാണ്. അത് കാരണം ഞാൻ പിന്നെ ആ ഒരു പണിക്ക് നിന്നില്ല കേട്ടോ. ഇവര് പപ്പയും മക്കളും കൂടി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നല്ല വായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അതേ വെള്ളത്തിലേക്ക് കാല് നീട്ടി അങ്ങൊരു ഇരുപ്പങ്ങ് ഇരുന്നു കേട്ടോ.
അങ്ങനെ വീടുണ്ടാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയൊന്നുമില്ല. വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഈ മല്ലനാണെങ്കിൽ നിന്ന് തന്നുമില്ല, എടുത്ത് തന്നുമില്ല. കാരണം വീടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേ അവിടുത്തെ പരിപാടികളും എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദേ പോവാൻ കേട്ടോ ഇറങ്ങി. അപ്പോഴത്തേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് കയറണം എന്നും പറഞ്ഞിട്ടാണ് ഇതാ ഈ ഒരു പോക്കിട്ടാ. അങ്ങനെ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ചട്ടിപ്പത്തിരിയും ചാച്ചനെന്താ കായ്പോള, പിന്നെ അമ്മയും ഏതപ്പനും ഐശുവും കോഴിക്കട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കോഴിക്കട്ട ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കണ പോലെ അല്ല കേട്ടോ. ഇനി ഇതേപോലെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിപ്പത്തിരി കഴിക്കണേ. അല്ലെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഓർഡർ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇത്തവണ മണ്ടത്തരം പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെയും കുട്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.